താലൂക്ക് തലങ്ങളിൽ മന്ത്രിമാർ നേരിട്ടെത്തി പങ്കെടുക്കുന്ന കരുതലും കൈത്താങ്ങും ജനകീയ അദാലത്തിൽ പരാതികൾ സമർപ്പിക്കുന്നതിന് നിയന്ത്രണം. ഡിസംബർ 9 മുതൽ ജനുവരി 13 വരെ നിശ്ചയിച്ചിരിക്കുന്ന അദാലത്തിൽ 21 വിഷയങ്ങളിൽ മാത്രമാണ് പരാതി നൽകാനാവുക. മുൻ വർഷങ്ങളിൽ ഇല്ലാത്ത വിധം ഒരു വ്യക്തിക്ക് 3 പരാതികൾ മാത്രമേ നൽകാനാവൂ എന്നതും ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഉൾപ്പെടുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ജനങ്ങൾക്ക് കരുതലും കൈത്താങ്ങുമെന്ന രീതിയിൽ ജനകീയ അദാലത്ത് പരിപാടിക്ക് തുടക്കമിടുന്നത്. 14 ജില്ലകളിലെയും മുഴുവൻ താലൂക്കുകളിലെയും മന്ത്രിമാർ നേരിട്ടെത്തി ജനങ്ങളുടെ പരാതി കേൾക്കുകയും തത്സമയം പരിഹാരമുണ്ടാക്കുകയും അദാലത്തിന്റെ ഭാഗമായി ചെയ്തിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടത്തിയ ജനസമ്പർക്ക മാതൃകയിൽ തുടങ്ങിയ പരിപാടി വിജയമാവുകയും ജനങ്ങൾക്ക് ആശ്വാസമാവുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ച ഈ വർഷത്തെ അദാലത്തുമായി ബന്ധപ്പെട്ടാണ് പരാതികൾ ഉയരുന്നത്. മുൻ വർഷങ്ങളിൽ നടത്തിയ കരുതലും കൈത്താങ്ങായാലും മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സായാലും മുൻ സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ ജനസമ്പർക്ക പരിപാടിയായാലും അവിടെ പരാതി കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നില്ല. നമുക്ക് എല്ലാ വിഷയത്തെക്കുറിച്ചും നമ്മുടെ പരാതികൾ സമർപ്പിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തകർക്കും മറ്റ് പൊതുവിഷയങ്ങളെല്ലാം അവിടെ മന്ത്രിമാരുടെ മുന്നിൽ ഉദ്യോഗസ്ഥരെ ഒരുമിച്ചെത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണത്തെ അദാലത്തിൽ 21 വിഷയങ്ങളിൽ മാത്രമാണ് പരാതി നൽകാൻ പൊതുജനങ്ങൾക്ക് അവസരം. കൂടാതെ ഒരു വ്യക്തിക്ക് പരമാവധി 3 പരാതികൾ മാത്രമാവും മന്ത്രിമാർക്ക് മുന്നിൽ നേരിട്ടെത്തി നൽകാനാവുക. ഒരു പൊതുപ്രവർത്തനം സംബന്ധിച്ചും ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചും നാട്ടിലെ പല വിഷയങ്ങളും ചൂണ്ടിക്കാണ്ടി വരുമ്പോൾ അത് പ്രത്യേകിച്ച് അതിൻ്റെ എണ്ണം നമുക്കിന്ന് പറയാൻ സാധിക്കില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്ക് KSEBയെ കുറിച്ചൊരു പരാതി കൊടുക്കാനായിട്ട് സാധ്യതയില്ല. KSRTCയെ കുറിച്ചൊരു പരാതി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ റോഡിനെ കുറിച്ചുള്ള പരാതി കൊടുക്കാനുള്ള സാധ്യതകളില്ല. അങ്ങനെ പൊതുവിഷയങ്ങൾ പലതും നോക്കുമ്പോൾ കൊടുക്കാനുള്ള അതിൽ 21 കാറ്റഗറിയിൽ അതൊന്നും വരുന്നില്ല. കരുതലും കൈത്താങ്ങും അദാലത്തിൽ നൽകുന്ന പരാതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതും വിഷയങ്ങൾ പരിമിതപ്പെടുത്തിയതും പരിപാടിയുടെ ജനകീയതയ്ക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. ഇക്കാര്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിട്ടുണ്ടെന്നും നിലവിലെ തീരുമാനങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പൊതുപ്രവർത്തകനായ ഷാൻഡി പറഞ്ഞു. ന്യൂസ് മലയാളം, തൃശൂർ.